നീലൂട്ടനെ കൊണ്ട് അംഗൻവാടി രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ശശിയായിട്ട് തിരിച്ചു വന്നു. അവിടെ ആരും വന്നില്ല, ആയ മാത്രമേ ഉള്ളായിരുന്നു. കുട്ടികളെ ആരും കൊണ്ടുവന്നില്ല, ശനിയാഴ്ച ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ അപ്പം അപ്പത്തിനല്ല, ദോശയ്ക്ക് കലക്കി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പുതിയൊരു ദോശക്കല്ല് വാങ്ങിച്ചല്ലോ, അപ്പോൾ അതിൽ അപ്പം ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ അതിന് ദോശ ഉണ്ടാക്കാൻ പോവാം കേട്ടോ. നമ്മുടെ പുതിയ ദോശക്കല്ലയിൽ ദോശ ഉണ്ടാക്കാനായിട്ട് പോവാം. ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത ദിവസം ഞാൻ ദോശ ഇട്ട് കാണിക്കുന്ന ദോശക്കല്ലിൽ. അപ്പോൾ ഇനി വൈകിട്ടത്തേനാണ് ദോശ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തേന് മീൻകറി റെഡിയാക്കുവാണേ. മീൻ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് കഴുകി വെച്ചു. അപ്പോൾ മീൻകറി വയ്ക്കാനായിട്ട് പോവാം. നോർമലി ഒരാൾ എങ്ങനെയാണ് മീൻകറി വയ്ക്കുന്നത് അതേപോലെ തന്നെ ഉലുവ, കടുക് എല്ലാം കൂടെ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെ എല്ലാം കൂടി ഇട്ട് മീൻകറി വയ്ക്കാനൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഞാനതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. അപ്പോൾ ഇവിടെ മസാലയും കാര്യങ്ങളും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. മസാല എന്നങ്ങ് പറഞ്ഞതാട്ടോ. ഇനി ഇത് തിളച്ച് കഴിയുമ്പം നമുക്ക് നമ്മുടെ മീൻകുട്ടന്മാരെ എടുത്ത് അതിലോട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി. പുളിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി മീൻ ഇടാൻ പോവാട്ടോ ഞാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വീട്ടിൽ നിന്ന് അമ്മ ഉണ്ടമുളക് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അരിഞ്ഞിടാനായിട്ട് ഞാൻ മറന്നുപോയി. പെട്ടെന്ന് ഞാൻ 2 എടുത്തു. നല്ല എരിവുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് 2 എടുത്തുള്ളൂ. അപ്പോൾ അതും കൂടി 2ആയിട്ട് കീറി അതിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ദോശ ഇടാം കേട്ടോ. ദോശ ഇട്ട് ഞാൻ കാണിക്കാം. നമ്മുടെ ദോശക്കല്ല് നല്ല അടിപൊളി ദോശക്കല്ല് കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കഴിഞ്ഞ വീഡിയോയിലും കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ വീഡിയോയിലും ഞാൻ കൊടുത്തേക്കാം. നല്ല അടിപൊളി ദോശക്കല്ല് കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ദോശക്കല്ല്. അപ്പോൾ അതിലിതാ ദോശ ചുട്ടുകൊണ്ടിരിക്കും കേട്ടോ. എൻ്റെ ഫസ്റ്റ് ദോശ എൻ്റെ പുതിയ ദോശക്കല്ലിൽ. അപ്പോൾ ഇനി എനിക്ക് ഈ ഒരു ദോശക്കല്ലിൽ ദോശയെ ചുടാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ വെറുതെ നിന്നങ്ങ് ചുട്ടുകൊണ്ടിരുന്നു. ഒരു 10-12 അങ്ങ് ചുട്ടു. നല്ല വലിയ ദോശ. എനിക്കിങ്ങനെ വലിപ്പമുള്ള ദോശ ചുടാനായിട്ട് ഭയങ്കര ഇഷ്ടം കേട്ടോ. പക്ഷേ എൻ്റെ പഴയ ദോശക്കല്ല് നോൺ സ്റ്റിക്ക് അല്ലായിരുന്നു. അപ്പോൾ അതിൽ ചെറിയ ദോശയെ ചുടാനായിട്ട് പറ്റൂ. അപ്പോൾ ഇതിൽ വന്നപ്പോഴത്തേനും വലിയ നല്ല കനം കുറഞ്ഞ നല്ല നല്ല വലിപ്പമുള്ള നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കുന്ന ടൈപ്പ് ദോശ ഉണ്ടല്ലോ, ആ ഒരു ദോശ
പിന്നെ ചുടാനായിട്ട് എനിക്ക് പറ്റിയിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ വെറുതെ നിന്ന് അങ്ങനെ ചുട്ടുകൊണ്ടിരുന്നു കേട്ടോ. കുറേ ഒരു 10, 12 ദോശ അങ്ങ് ചുട്ട്. എന്നിട്ട് ബ് രാവിലത്തേനായി കഴിഞ്ഞാൽ അതിൻ്റെ ചൂടെല്ലാം പോയിട്ട് ഒരുമാതിരി ആവത്തില്ലേ, അത് എന്നും പറഞ്ഞിട്ട് അത് ചേട്ടായി ഒരു 3, 4, 5 എണ്ണമെങ്കിലും കഴിച്ച് കാണും. ഞാനത് തീർക്കാൻ വേണ്ടിയിട്ട് അവസാനം പറ്റുന്നില്ല എന്നെക്കൊണ്ട് കഴിക്കാൻ. ഒരു ദോശ പിന്നെ അധികം വന്ന്. എന്തായാലും നല്ല അടിപൊളി ദോശക്കല്ലാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ദോശക്കല്ല്. ഈ ഇടയ്ക്ക് വാങ്ങിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ്, ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഇതാ കേട്ടോ. നല്ല അടിപൊളി ദോശക്കല്ലായിരുന്നു. നല്ല മിനുസമുണ്ട്. ദോശയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് അടുക്കളയിലെ കൊലാവിരുതൊക്കെ കാണാം. പാത്രം കഴുകലും ദോശ ചുടലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ദിവസം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇനി നമ്മൾ പോയി കിടന്ന് ഉറങ്ങാനായിട്ട് പോവാട്ടോ. രാവിലെ നീലൂട്ടൻ എന്തായാലും അംഗൻവാടി കൊണ്ടുവിട്ടപ്പം അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ തിരിച്ചവനെ വിളിച്ചുകൊണ്ട് വരുമായിരുന്നു ചെയ്തത്. അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി അടുക്കള ഒന്ന് ക്ലീൻ ആക്കിയാൽ മാത്രം മതി, ഒന്ന് തുടയ്ക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. കഴിച്ച് കഴിയുമ്പം പിന്നെ കടലക്കറി കേട്ടോ ദോശയുടെ കൂടെ എടുക്കുന്നത്. അപ്പോൾ അത് പിന്നെ എടുത്ത് തിരിച്ച് ഫ്രിഡ്ജിൽ വെച്ചാലും മാത്രം മതി. വേറെ പരിപാടിയൊന്നുമില്ല കേട്ടോ. വേറെ ഇനി കിടന്ന് ഉറങ്ങാനായിട്ട് പോവാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. എന്താ പറയുക, കമൻസൊക്കെ അറിയിക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ നമുക്ക് നമ്മുടെ ദോശക്കല്ലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ കയറി വാങ്ങിക്കുക കേട്ടോ. നല്ല അടിപൊളി പ്രോഡക്റ്റാണ്, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സി യു. സൺഡേ വ്ളോഗ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ.